നമസ്കാരം. ഞാൻ രാജലക്ഷ്മി, ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മാഡം. ഇന്നത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. നമുക്ക് ഭരണി നക്ഷത്രത്തെ പറ്റി നോക്കാം. ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നക്ഷത്രമാണ്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതി, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഭരണി നക്ഷത്രം എന്ന് പറയും. ഭരണി നക്ഷത്രം മനുഷ്യഗണമാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കാം. കാരണം ഭരണി നിൽക്കുന്ന രാശി ഓജരാശിയാണ്. സുബ്രഹ്മണ്യനെയും പ്രാർത്ഥിക്കാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഭരണി നക്ഷത്രത്തിൽ നമുക്ക് ഓരോ നക്ഷത്രത്തിനും ഓരോ കരണങ്ങളുണ്ട്. ആ കരണങ്ങളനുസരിച്ചാണ് ആളുകളുടെ ഓരോ ക്യാരക്ടറിനാവുന്നത്. ഓരോ നക്ഷത്രത്തിനും ഹോര, ഷഡ്വർഗ്ഗങ്ങൾ എന്ന് പറയുന്നു. ഷഡ്വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോര. ഹോര എന്ന് പറഞ്ഞാൽ രണ്ട് ഹോരയാണുള്ളത്, സൂര്യഹോരയും ചന്ദ്രഹോരയും. ഇപ്പം ഏത് ഹോരയിലാണോ ജനിക്കുന്നത്, ആദ്യത്തെ 15 നാഴിക വരെ ഓജ രാശിയാണ്, ഈ മേടം രാശിയിലാണ് ഭരണി നക്ഷത്രം വരുന്നത്. ആദ്യത്തെ 15 നാഴിക വരെ ഓജരാശിയാണ്. അപ്പോൾ ആ ആദ്യത്തെ 15 നാഴികയ്ക്കുള്ളിൽ ജനിക്കുന്നവർക്ക് ഒരു പ്രത്യേക തൻ്റെയോടും സാമർഥ്യമൊക്കെ ഉണ്ടാവും. 15 നാഴികയ്ക്ക് ശേഷം അടുത്ത 30 നാഴിക വരെ വരുന്നതാണ് യുഗ്മരാശിയാണ്. അപ്പോൾ സ്ത്രീത്വമുള്ള രാശിയാണ്. സ്ത്രീത്വം എന്ന് വെച്ചാൽ ഇത്തിരി ധൈര്യക്കുറവൊക്കെ ഉള്ള ഒരു ഇതായിട്ട്. അപ്പോൾ ഭരണി നക്ഷത്രത്തിൽ തന്നെ 60 തരത്തിലുള്ള സ്വഭാവമുണ്ട്. അത് നമ്മൾ ജനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സൂര്യോദയം കഴിഞ്ഞിട്ട് ജനിക്കുന്ന സമയത്തിനാണ് ലഗ്നം എന്ന് പറയുന്നത്. ലഗ്നം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരം. ഏതൊരു വ്യക്തിയാണോ ഭരണി നക്ഷത്രത്തിൽ ആ സമയത്ത് ജനിക്കുന്നത്, ആ ഭരണിയാണ് ഏത് നക്ഷത്രമായാലും അതാണ് ലഗ്നം, ശരീരം. ആ ലഗ്നത്തിൻ്റെ എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളുണ്ടോ അതെല്ലാം ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ന് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നൊരു വ്യക്തി, ഭരണി ഭദ്രകാളിയുടെ നക്ഷത്രമാണ്. ഭദ്രകാളി കുംഭഭരണി, മീനഭരണി ഒക്കെ നമുക്ക് അറിയാവുന്ന, മകരഭരണി, കുംഭഭരണി, മീനഭരണിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഭരണി ഭദ്രകാളി നക്ഷത്രമാണ്. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രം തരുന്നത്, നന്മ തരുന്നത്. അതായത് നമ്മൾ ശത്രുക്കളെയെല്ലാം അനിക്കാനും, അതായത് ദുഷ്ടതകളെ ഇല്ലാതാക്കി തിന്മകളെ മാറ്റി നന്മകൾ തരുന്ന ഒരു ദേവിയാണ് ഭദ്രകാളി. ആ ഭദ്രകാളിയുടെ നക്ഷത്രമാണ് ഭരണി. അപ്പോൾ ഭരണി നക്ഷത്രക്കാർ പൊതുവെ സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്നവരായിരിക്കാം. അതാണ് ഭരണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഭരണി നക്ഷത്രത്തിൽ ഭരണി നക്ഷത്രം ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭരണി നക്ഷത്രക്കാരും ഒരേ സ്വഭാവമായിരിക്കില്ല. രാവിലെ ജനിക്കുന്ന ഭരണി നക്ഷത്രക്കാരും ഉച്ചയ്ക്ക് ജനിക്കുന്ന ഭരണി നക്ഷത്രം വളരെ വ്യത്യാസമുണ്ട്. മണിക്കൂറുകൾ കൊണ്ട് മാറ്റം വരാം. കാരണം ഹോര അനുസരിച്ചാണ്. ആദ്യത്തെ ഇതിൽ ജനിക്കുകയാണെങ്കിൽ ആദ്യത്തെ 15 നാഴിക സൂര്യഹോരയും രണ്ടാമത്തെ 15 നാഴിക ചന്ദ്രഹോരയുമാണ്. ഹോരയുടെ സ്വഭാവം മാത്രമല്ല ദ്രേക്കാണെന്ന് പറയും. ഒരു രാശിയെ 3ആയി പകുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 10 അതേ രാശി തന്നെയായിരിക്കും. അപ്പോൾ ഭരണി നക്ഷത്രത്തിൽ ആദ്യത്തെ 10 ഡിഗ്രിക്കുള്ളിലാണ് ജനിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് മേടം രാശിയുടെ സകല സ്വഭാവം ഉണ്ടായിരിക്കും. മേടം രാശി എന്ന് പറയുമ്പോൾ അതിൻ്റെ മൃഗം ആടാണ്. ആടിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മുൻകാല് കുറച്ച് ചെറുതാണ്. അപ്പോൾ അത് പെട്ടെന്ന് എടുത്തുചാട്ടക്കാരായിരിക്കാം. ഭരണി നക്ഷത്രം ഓജരാശിയിലും, അതായത് ആദ്യത്തെ 15 ആദ്യത്തെ ഹോരയിൽ വരുന്നു, സൂര്യരാശിയിൽ വരുന്നതും, അതുപോലെ തന്നെ ആദ്യത്തെ 10 ദ്രേക്കാണത്തിന് വരുന്നവരും അവരെപ്പോഴും ദേഷ്യക്കാരായിരിക്കും. പെട്ടെന്ന് പക്ഷെ അവർ നല്ലവരായിരിക്കാം, എടുത്തുചാട്ടക്കാരായിരിക്കാം. അടുത്തത് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ചിങ്ങരാശിയാണ് വരുന്നത്. ആ ചിങ്ങരാശിയുടെ സ്വഭാവം എന്താണ്? രാജകീയമായ സ്വഭാവം, ക്ഷത്രിയ സ്വഭാവമായിരിക്കും. ആ ക്ഷത്രിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു ഭരണ നിപുണത അങ്ങനെയൊക്കെ കാണിക്കാം. ഈ അവസാനത്തെ രാശി എന്ന് പറയുമ്പോൾ ധനുവാണ്. അത് ബ്രാഹ്മണ രാശി എന്ന് പറയും. അതായത് നമ്മൾ കുതിരപ്പുറത്തൊരാളിരിക്കുന്നൊരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. മനുഷ്യരാശിയാണ്. ഇത്തിരി മനുഷ്യത്വം ഉണ്ടാവുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു വ്യക്തി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു നക്ഷത്രം തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ 3 5 കണ്ടു. ഇതിനെ അങ്ങനെ 60 തരത്തിൽ ഓരോ സമയത്തും ജനിക്കുന്നതനുസരിച്ച് ഓരോ രീതിയായിരിക്കും ഓരോ നക്ഷത്രക്കാർക്കും വരുന്നത്. ഇനി അതാണ് ഒരു ഭരണി നക്ഷത്രത്തെ പറ്റി പറയാനുള്ളത്. ഇനി ഭരണി നക്ഷത്രത്തിൻ്റെ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണി, പൂരം, പൂരാടം. ഭരണി നക്ഷത്രത്തിൻ്റെ അടുത്ത ദ്രേക്കാണാണ് ചിങ്ങരാശി. ചിങ്ങരാശിയുടെ നക്ഷത്രമാണ് പൂരം. ആ പൂരത്തിനും ഭരണിക്കും ഒരു സ്വഭാവമാവണമെന്നൊന്നുമില്ല. പൂര നക്ഷത്രത്തിൻ്റെ വേറെ സ്വഭാവമൊക്കെ ആയിരിക്കാം. ഇവരുടെ ദശാനാഥൻ ശുക്രനാണ്, ഭദ്രകാളിയാണ്. ഭരണി നക്ഷത്രക്കാരും പൂരം നക്ഷത്രക്കാരും പൂരാട നക്ഷത്രക്കാരും ജനിക്കുന്നത് ശുക്രദശയിലാണ്. അപ്പോൾ ബാലശുക്രനാണ്. ശുക്രദശ ജനിച്ചാൽ നമ്മുടെ കുടുംബക്കാർക്ക് നല്ലതാണ്, മാതാപിതാക്കൾക്കൊക്കെ നല്ലതായിരിക്കും, കുടുംബത്തിലായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ആ ഭരണി കഴിഞ്ഞാൽ അടുത്തതാണ് പൂരം. പൂരം നക്ഷത്രം കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. ഈ 3 നക്ഷത്രങ്ങളും ജന്മാനുജന്മ നക്ഷത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുടെ എല്ലാം ദശാനാഥന്മാർ ശുക്രദശയാണ്.
അതാണ് ഭരണിയുടെ ഇത്. അപ്പോൾ പിന്നെ ഭരണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് തീവ്ര ബുദ്ധി ഉണ്ടായിരിക്കും, നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. പിന്നെ അവരുടെ അവരുടെ നിറം എന്ന് പറഞ്ഞാൽ ചുമപ്പാണ് അവർക്ക് ഏറ്റവും നല്ല യോജിക്കുന്ന നിറം. ഓരോരുത്തർക്കും ഓരോ നിറങ്ങളുണ്ടാവുമല്ലോ. പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് അവർ ജനിക്കുന്ന സമയം, ഓര, ദ്രേക്കാണം, സമയം അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരും. ശരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ചുവപ്പ് കളറായിരിക്കും അവർക്ക് അനുയോജ്യമായിരിക്കുന്നത്. എന്നാൽ ഈ പൂര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്കും ചുവപ്പ് കളറാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് മഞ്ഞ. കാരണം എന്താ? വ്യാഴക്ഷേത്രമായതുകൊണ്ട്. അപ്പം ഇങ്ങനെ ഓരോ തരംതിരിവുണ്ട്. ഇന്ന് ഉച്ചവരെ ഭരണി നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് കാർത്തിക നക്ഷത്രം വരുന്നത്. കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ നക്ഷത്രമാണ്. മേടൻ രാശിയിലുണ്ടത്, അത് ഇടവൻ രാശിയിലും വരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ്. ഭരണി നക്ഷത്രത്തിൽ ആദ്യം ശുക്രദശയാണ് വരുന്നത്. ആദ്യം ജനിക്കുന്നത് ശുക്രദശയിലാണ്. അടുത്ത ദശ വരുന്നവർക്ക് ശുക്രദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ആദിത്യദശ എന്ന് പറയും. സൂര്യദശയായിരിക്കും. ശുക്രനെ സുഖിക്കുന്നു. ആദിത്യദശ വരുമ്പോൾ കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാവും. നെക്സ്റ്റ് വരുന്നതാണ് ചന്ദ്രദശ. ചന്ദ്രദശ 10 വർഷമാണ് ചന്ദ്രദശ. സൂര്യദശ 6 വർഷം. ചന്ദ്രദശ 10 വർഷം. ശുക്രദശ 20ആണ്. എങ്ങനെയാണോ ജനിക്കുന്നത്, എപ്പോഴാണോ ജനിക്കുന്നത് ആ സമയം അനുസരിച്ചാണ് ദശാപഹാര കാര്യങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ദശ എപ്പോഴും ഫുൾ ദശ ഉണ്ടായിരിക്കും. അതാണ് 6 വർഷം. മൂന്നാമത്തെ ദശാകാലമാണ് ചന്ദ്രദശ. നാലാമത്തെ ദശകാണ് ചൊവ്വാദശ എന്ന് പറയും. ആ ചൊവ്വ എവിടെ നിൽക്കുന്നത് അതനുസരിച്ച് നല്ല സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ ഭൂമി കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. ചന്ദ്രൻ നല്ല സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ വാഹനങ്ങളൊക്കെ അവർ വാങ്ങിക്കാൻ പറ്റും. വാഹനം അമ്മയ്ക്ക് നല്ലതാണൊക്കെ ആയിരിക്കും. ചൊവ്വ നല്ല സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഭൂമി വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. അടുത്ത ദശയാണ് രാഹുൽ ദശ. 18 വർഷമാണ് രാഹുൽ. ഈ 18 വർഷത്തിൽ 6 വർഷം നല്ലതും 6 വർഷം മിക്സഡും 6 വർഷം മോശമായിരിക്കും. അത് എവിടെയാണോ രാഹു നിൽക്കുന്നത് അതനുസരിച്ചാണ്. രാഹുദശ വന്നാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സർപ്പബലി കഴിക്കാം. അപ്പോൾ ഈ 18 വർഷത്തെ ദോഷങ്ങൾക്കൊരു പരിഹാരമാണ്, ഒരു ശാശ്വത പരിഹാരമാണ് സർപ്പബലി. അപ്പോൾ ഏതാണോ നമ്മുടെ സ്ഥാനത്തുള്ള സ്ഥലം അവിടെ നമ്മൾ സർപ്പബലി കഴിച്ചാൽ ഈ വന്നിരിക്കുന്ന ഈ 18 വർഷത്തെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു 50% നമുക്ക് വ്യത്യാസം വരും. പിന്നെ എല്ലാ മാസവും ആയില്യ പൂജയൊക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി രാഹുൽ ദശ കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ദശയാണ് വരുന്നത് വ്യാഴം. വ്യാഴം എല്ലാവർക്കും ശുഭമാണെന്നില്ല. വ്യാഴം നിൽക്കുന്ന സ്ഥാനങ്ങളനുസരിച്ചിരിക്കും. വ്യാഴം 3, 6, 8, 12 ഈ രാശികളിലാണ് നിൽക്കണമെങ്കിൽ നമുക്ക് അവർക്ക് വലിയ ഗുണമുണ്ടാവില്ല. അപ്പോൾ എവിടെയാണോ വ്യാഴം നിൽക്കുന്നത്, നല്ല സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് വ്യാഴദശ വളരെ ശോഭനമായിരിക്കും. പിന്നെ വരുന്നതാണ് ശനി. എല്ലാവരും ഭയക്കുന്നതാണ് ശനി. ശനി ഭയക്കണ്ട. ശനി നല്ല സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ശനി നല്ല സ്ഥലത്ത് എത്തിക്കും. ശനി ഇപ്പോൾ ശനി ക്ഷേത്രത്തിൽ മകരം, കുംഭം എന്ന ക്ഷേത്രങ്ങളാണ് ശനിക്കുള്ള ക്ഷേത്രം. തുലാം, മകരം, കുംഭം ക്ഷേത്രങ്ങളിൽ ശനി വരികയാണെങ്കിൽ അവർക്ക് രാജയോഗമാണ്. 10ാം ഭാവത്ത് ശനി വന്നു കുംഭത്തിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ അവർക്ക് രാജയോഗമായിരിക്കും. തുലാരാശിയിലാണ് ശനി നിൽക്കുന്നതെങ്കിലും അവർക്ക് രാജയോഗമായിരിക്കും. അങ്ങനെ രാജയോഗം. ഇനി മേടൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ശനി കൊണ്ട് ബുദ്ധിമുട്ടുകളായിരിക്കും. അത് വ്യാഴദൃഷ്ടിയോ വ്യാഴക്ഷേത്രമോ അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് ശനിദശ കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം ചിന്തിക്കേണ്ട കാര്യമില്ല. ശനി കഴിഞ്ഞാൽ പിന്നെ ബുധനാണ്. അപ്പോൾ ഇങ്ങനെ ആണ് ഓരോരുത്തരുടെയും ആ ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നന്ദി, നമസ്കാരം.